MDMA മൊത്തക്കച്ചവടക്കാരനായ താൻസാനിയക്കാരൻ ഉൾപ്പെടെ 2 പേരെ ബംഗളൂരിൽ നിന്ന് പിടികൂടി കരുനാഗപ്പള്ളി പോലീസ്. അതിസാഹസികമായാണ് പ്രതികളെ പിടികൂടിയത്. ഓഗസ്റ്റ് മാസത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായാണ് കരുനാഗപ്പള്ളി ആലങ്കടവ് സ്വദേശി രാഹുൽ 30 ഗ്രാം MDMA-യുമായി പോലീസിന്റെ പിടിയിലാകുന്നത്. കരുനാഗപ്പള്ളി ACP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ രാഹുലിനെ ചോദ്യം ചെയ്തതോടെയാണ് ലഹരിക്കടത്തിന്റെ പേടിപ്പെടുത്തുന്ന കഥ പുറത്തറിയുന്നത്. സംസ്ഥാനത്തേക്ക് വൻതോതിൽ മയക്കുമരുന്ന് കടത്താൻ നേതൃത്വം നൽകുന്നത് ബംഗളൂരുവിലുള്ള ടാൻസാനിയക്കാരനാണെന്നും ഇയാളുടെ സഹായികളായ സുജിത്, ഇസ, അബ്ദുൽ നാസർ എന്നിവരെക്കുറിച്ചും രാഹുൽ പോലീസിന് മൊഴി നൽകി. പിന്നാലെ ലഹരിക്കടത്തുകാരുടെ കേന്ദ്രത്തിലെത്തി അവരെ പിടികൂടാൻ കരുനാഗപ്പള്ളി പോലീസ് തീരുമാനിക്കുകയായിരുന്നു. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ചൈത്ര തെരേസ ജോൺ പ്രത്യേക പോലീസ് സംഘത്തെ രൂപീകരിച്ച് ബംഗളൂരുവിലേക്ക് അയച്ചു. എന്നാൽ പ്രതികളുടെ കൃത്യമായ മൊബൈൽ ലൊക്കേഷനോ മറ്റ് വിവരങ്ങളോ പോലീസ് സംഘത്തിന് ലഭിച്ചില്ല. പ്രതികളുടെ ഓൺലൈൻ ഇടപാടുകൾ നിരീക്ഷിച്ച് പോലീസ് പ്രതികൾ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തി. ബംഗളൂരു പോലീസിന്റെ സഹായം തേടിയെങ്കിലും നിരാശയായിരുന്നു ഫലം. ഒടുവിൽ പ്രതികൾ താമസിച്ചിടത്തെത്തിയ കരുനാഗപ്പള്ളി പോലീസ് ഏറെ നേരം കാത്തിരുന്ന ശേഷമാണ് സാഹസികമായി പ്രതികളെ പിടികൂടിയത്. ഇത് പബ്ലിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ എസ്കേപ്പ് ചെയ്യാൻ ചാൻസ് അല്ലേ, അപ്പൊ നമ്മളായിട്ട് അത് കൊടുക്കണം. അപ്പൊ ഇനി തുടരന്വേഷണം നടക്കുമല്ലേ, കേസിന്റെ അന്വേഷണം കംപ്ലീറ്റ് ആകുന്ന മുറയ്ക്ക് നമ്മൾ ഫുൾ നിങ്ങളെ ഒന്നുകൂടെ വിളിച്ചു. കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ ബിജു വിയും സംഘവുമാണ് പ്രതികളെ സാഹസികമായി പിടികൂടിയത്. ഇവരുടെ മയക്കുമരുന്ന് ശൃംഖലയെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. ആർ അരുൺരാജ്, 24 കൊല്ലം.